ഞാൻ ബിബീഷ് ജോർജ്, ഏറ്റുമാനൂർ മുനിസിപ്പൽ 31-ാം വാർഡ് കൗൺസിലറാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ 19-ാം വാർഡിൽ, ഏറ്റുമാനൂർ നഗരസഭ 19-ാം വാർഡിലെ ജോണി വർഗീസ് എന്ന കൗൺസിലർ, എൻ്റെ സഹപ്രവർത്തക കൂടിയ കൗൺസിലറുടെ വാർഡിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഓണത്തിന് സന്തോഷ വാർത്തയുണ്ട്. ജോണി ചേട്ടൻ ഇടയ്ക്ക് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, ഞങ്ങളൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഞങ്ങൾ കുറച്ച് നിർധരരായിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുമെന്ന് അന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തു. ബിബീഷ് ആരെയും പാവങ്ങളെ സഹായിക്കുന്നത് കണ്ടില്ല എന്നുള്ള ജോണി ചേട്ടൻ്റെ ഒരു ജോക്ക് ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജോണി ചേട്ടാ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞു, അല്ല അന്ന് പറഞ്ഞിട്ട് ആരെയും സഹായിച്ചായിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ ജോണി ചേട്ടനോട് ഇപ്പോൾ തിരിച്ച് പറഞ്ഞ മറുപടി, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്നുള്ളതാണ് ജോണി ചേട്ടനോട് ഞാനന്ന് പറഞ്ഞ മറുപടി. അപ്പോൾ പറഞ്ഞ, ബിബീഷ്, എൻ്റെ വാർഡിൽ നിർധരായിട്ടുള്ള 2 പാവങ്ങളുണ്ട്. ഓണക്കാലത്ത് അവർക്കും അവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അവർ മാനസികമായിട്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വേദനിച്ച് വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നമുക്ക് പോയി കാണാം, അവരോട് സംസാരിക്കാം, അവർക്ക് നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ജോണി ചേട്ടൻ്റെ അടുത്തോട്ടും അവരുടെ അടുത്തോട്ടും പോകാം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓണത്തിന് മുമ്പ് ഇടയ്ക്കൊന്നും കൂടെ ശ്വാസമുട്ടില് അതിന് മരുന്ന് മേടിച്ചായിരുന്നു പോയേ. ഏറ്റുമാനൂര് പോയി. ശ്വാസമുട്ടിലും ഉണ്ട്. പറഞ്ഞിട്ട് പോയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള പിന്നെ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നതാണ്. ചെറിയ സഹായങ്ങളാണ് ബന്ധപ്പെട്ടുകൊണ്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അടുത്ത മാസം വീണ്ടും ഇതുപോലെ ഒന്നും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ സമയത്ത്, അന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഞാൻ ജോയിച്ചേട്ടൻ, എൻ്റെ പപ്പയുടെ പേര് തന്നെ ജോയിച്ചേട്ടനാണ്, എൻ്റെ ഭാഗത്ത് വരും. അപ്പം ജോയിച്ചേട്ടനെ പപ്പായിൻ്റെ പപ്പ മരിച്ചു 25 വർഷം മുമ്പാണ് മരിച്ചത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാപ്പിയാണോ? കേട്ടോ, 2 പേരും കൂടി ഏറ്റുമാനല്ലേ ഇപ്പം കാണിക്കുന്ന വെളികുളെ കൊണ്ടുണ്ടല്ലോ.